വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്ന എനിക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. ദിയ കൃഷ്ണ, കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ. ഇളയ മകള് ഏറി കയറി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് ദേ രണ്ടാമത്തെ മോള് വീണ്ടും എയറിൽ കയറിയിരിക്കുന്നു. ദിയക്ക് പിന്നെ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് എയറിൽ കയറുക ഇറങ്ങുക എന്നതാണ് പുള്ളിക്കാരിയുടെ ഒരു ഹോബി. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ദിയ കൃഷ്ണയ്ക്ക് പറ്റത്തില്ല. അതിന് പകരം ആന്റി അല്ലെങ്കിൽ അശ്വിന്റെ അമ്മ, ഇതാണ് ദിയ കൃഷ്ണ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒരു പോർഷൻ അല്ലെങ്കിൽ അതിൽ പറഞ്ഞൊരു കാര്യം, വഴിയെ പോകുന്ന ആൾക്കാരെ മൊത്തം എനിക്ക് അച്ഛ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അശ്വിന്റെ അമ്മ വഴിയെ പോകുന്ന ആരോ ആയിരുന്നോ? നമുക്ക് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിളിച്ചു പോകുന്നതാണ് അമ്മ എന്നുള്ള കാര്യം. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് എന്ന് പറയും. അതായത് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വിളിച്ചു പോവും. അത് നമുക്ക് നമ്മുടെ അമ്മയോടുള്ള റെസ്പെക്ട് നമ്മളത് അവിടെ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാം. കുറെ പേര് അപ്പോൾ ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒന്ന് ചോദിക്കുന്ന ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ അമ്മ എന്ന് വിളിച്ചൂടെ എന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അശ്വിന്റെ അമ്മ അമ്മായി അമ്മ, അതല്ലെങ്കിൽ വല്ല വീഡിയോസ് ഇടുമ്പോ മീനമ്മ എന്ന് പറഞ്ഞു വിളിക്കുന്നത്? അതില് അമ്മ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ മാത്രമേ അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് തംബ്ലൈൻ ഇടുമ്പോഴും അല്ലെങ്കിൽ അശ്വിന്റെ അമ്മ എന്നും പറയുന്നു? എന്തേലൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിക്ക് കോപ്പിറൈറ്റ് കൊടുത്ത് അവരുടെ ചാനലിന് പ്രശ്നം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ കേസ് കൊടുക്കുക. ഇതാണ് ഇവരുടെ ഒരു രീതി. ഇവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാര് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവരുടേത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ കുറിച്ച് എന്തോ വീഡിയോ ചെയ്തതിനാണ് ആനന്ദു ചേട്ടന്റെ വീട്ടിലോട്ട് പോലീസുകാരെ വിട്ടത്. ഇപ്പം ഇളയ മോളുടെ വീഡിയോ, അതായത് ആ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ലീക്കായി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത എല്ലാവർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓടി നടന്ന് കൊടുക്കലായിരുന്നു പണി. ചെയ്തത് തെറ്റാണെന്നുള്ള ബോധമല്ല, കോപ്പിറൈറ്റ് കൊടുത്ത് എങ്ങനെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാര്. നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന്, അതൊന്നും എനിക്കറിയില്ല. കാരണം അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ സോ ഹാപ്പി ഞാൻ അങ്ങനെ വിളിക്കും. ഇവിടെ ആൾക്കാർ പറയുന്നത് ഒരു മര്യാദയുണ്ട്. നമ്മള് കല്യാണം കഴിച്ചൊരു വീട്ടിലോട്ട് ചെന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരെ അമ്മ എന്ന് വിളിക്കുന്നത് ഒരു മര്യാദയുടെ പേരിലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ടിന്റെ പേരിലുമാണ്. ഇതൊരുമാതിരി ആന്റി അല്ലെങ്കിൽ അശ്വിന്റെ അമ്മ. നിങ്ങൾക്ക് അശ്വിന്റെ അമ്മ എന്ന് വിളിക്കണ്ട, നിങ്ങൾ ആന്റി എന്നാണ് വിളിക്കുന്നത്, അതങ്ങ് വിളിച്ചാ പോരെ. ഇത് ചിലയിടത്ത് അശ്വിന്റെ അമ്മ, ചിലയിടത്ത് ആന്റി, ചിലയിടത്ത് വേറെന്തെങ്കിലും, ചിലയിടത്ത് അമ്മായി അമ്മ. അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുടി വീട്ടിലൊരാളിരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. വഴിയെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് ഒരുത്തൻ അപ്പുറത്തിരിപ്പുണ്ട്, സ്വന്തം അമ്മേനെ കുറിച്ചിട്ടാണ് ഇപ്പുറത്തിരുന്ന് ഒരുത്തി പറയുന്നതെന്നുള്ള ബോധം പോലും അവനില്ല. റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ആ ഒരു ഭർത്താവിന്റെ അമ്മയോട് ഈ സ്ത്രീക്കില്ല. അവരുടെ സംസാരത്തിന് തന്നെ അതൊന്നും മനസ്സിലാവുന്നുണ്ട്. കാരണം വഴിയെ പോകുന്ന ആൾക്കാരെയൊന്നും എനിക്ക് അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. വല്ലാതൊരു ഒരു തൊലിഞ്ഞ ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ഓവറാ ഇവര്. എന്റെ അമ്മ സുബ്രഹ്മണ്യാണ്, അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ച് ഞാനും ചെയ്യുമ്പോൾ എനിക്ക് രണ്ടാണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അവൻ അങ്ങനെ വിളിക്കത്തുമില്ല, അശ്വിൻ അങ്ങനെ തോന്നിയിട്ടുമില്ല എന്നാണ് പറയുന്നത്. അതായത് ദിയയുടെ അച്ഛനെയും അമ്മയും അച്ഛ അമ്മ എന്ന് അശ്വിൻ വിളിക്കാറില്ല. പലപ്പോഴും ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ആ വീട്ടിൽ അശ്വിന് കിട്ടുന്ന സ്ഥാനം എന്താണെന്ന് നമുക്ക് ഇവരുടെ ബ്ലോഗ്സ് ആണെങ്കിലും എന്താണേലും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ പിന്നെ അങ്ങേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോ ഇട്ടതിന്റെ കമന്റ് ബോക്സ് പോയിട്ട് ഒന്ന് കാണണം. ആ അശ്വിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നന്നായിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, സ്വന്തം അമ്മയെ കുറിച്ചിട്ട് ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ അതും കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാനങ്ങ പറ പോലെ. അപ്പൊ പിന്നെ ആൾക്കാർ തീർച്ചയായിട്ടും പറയും.
ആ കുഞ്ഞിനെ പോലും ഇവര് വെറുതെ വിട്ടിട്ടില്ല. അതും കൂടെ ആലോചിക്കണം, അതും കൂടെ കേൾപ്പിച്ചുതരാം. ഇല്ലടാ. ഓക്കെ. അത് മാത്രല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളത്തെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടേ? ആ കൊച്ചു വളർന്ന് വന്നിട്ട് അവൻ എങ്ങനെ ജീവിക്കണം, അവൻ ആരെ എന്ത് വിളിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം പോലും ആ കൊച്ചിനില്ലേ? അല്ലെ, എന്തോന്നാ പറയുന്ന കേട്ടില്ലേ? ആ കൊച്ചൊരു മനുഷ്യനാ. അവൻ അവന്റേതായിട്ടുള്ള ഫ്രീഡം, അവന്റേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അവൻ വളർന്നു കഴിയുമ്പോ ആരച്ഛാന്ന് വിളിക്കണം, ആരമ്മേന്ന് വിളിക്കണം എന്നുള്ളതൊക്കെ ആ കൊച്ചിന്റെ തീരുമാനമാ. അത് പറ്റത്തില്ലാന്ന് ഇപ്പോഴേ പതിയേക്ക് പറയാൻ വേണ്ടിട്ട് മകനാണ് എന്നുള്ള അവകാശമാണോ? ഇവരുടെ വീട്ടിൽ എന്തേലൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോ അല്ലെങ്കിൽ എന്തേലൊക്കെ പരിപാടി നടക്കുമ്പോ ഈ അശ്വന്റെ ഫാമിലിയെ ഞാൻ അധികം ഒരു പ്രോഗ്രാമിലും കണ്ടിട്ടില്ല. എന്താണോ എന്തോ, ചിലപ്പോ ഇതൊക്കെ കൊണ്ടായിരിക്കും അവര് വരാതിരിക്കുന്നത്. ചാൻസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. കാരണം ഇമാതിരി റെസ്പെക്ട് ഇല്ലായ്മയുടെ നിറകുടമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെ വരാനാ? അത് മാത്രമല്ല, ഇവരുടെ ഒരു മൊത്തം ഫാമിലിയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണെന്നറിയോ? അവരെന്തോ വലിയ ആൾക്കാരാണ്, അവര് കഴിഞ്ഞിട്ടേ ലോകത്ത് വേറെ ആൾക്കാരുള്ളൂ, അവർക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊള്ളത്തില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ജീവിക്കുന്ന ആൾക്കാരാ. മറ്റേ കുഴി കുത്തി മറ്റേ എന്തുവാ ചോറ് കൊടുക്കുന്നൊക്കെ പറഞ്ഞതൊക്കെ ഭയങ്കരമായിട്ട് വിവാദമായിട്ട് ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവരുടെ എന്തേലൊക്കെ വീഡിയോ വരും, അത് ആരേലും എടുത്ത് റിയാക്ട് ചെയ്യും, ഓടി നടന്ന് അങ്ങ് സ്ട്രൈക്ക് കൊടുക്കും. ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തോന്നിട്ട് അത് തിരുത്തത്തില്ല, ഓടി നടന്ന് സ്ട്രൈക്ക് കൊടുക്കുക. ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, സ്ട്രൈക്ക് കൊടുക്കും. വീട്ടിലോട്ട് പോലീസുകാരെ വിടും. ഇതൊക്കെയാണ് ഇവരുടെ ഫാമിലിയുടെ ഒരു ഹോബി. ഇവരുടെ സംസാരം കൊണ്ടും ഇവരുടെ ഈ വാപോയ കോടാലി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുക, ഇങ്ങനെ ഒന്ന് സംസാരിക്കുക, എന്നിട്ട് ഏറി പോവുക, എന്നിട്ട് അത് റിയാക്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് കേസ് കൊടുക്കുക. എന്തൊക്കെയാണെന്നറിയാം ഇവര് കാണിച്ചു കൂട്ടുന്നത്. എന്നാൽ തിരിച്ചറിവില്ല. നമ്മുടെ കൈതിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന്റെ ആണ് നമുക്ക് ഈ പ്രശ്നം വരുന്നതെന്നുള്ളത്. ഇവരുടെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കണം, ഭയങ്കര നെഗറ്റീവാ. ഈ ഇവരുടെ ആൾക്കാർ, അതായത് ഈ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ആൾക്കാർക്ക് പോലും ഇവർക്കൊരു റെസ്പെക്ട് ഇല്ല. അവർക്കൊക്കെ ഒരു പട്ടി വിലയാണ് കൊടുക്കുന്നത്. എന്നിട്ടും ഇവരുടെ ഓരോ വീഡിയോസിൽ ചാടി വീഴുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇവര് നമുക്കൊരു വില തരുന്നില്ല, അല്ലെങ്കിൽ ഒരു പട്ടി വിലയാണ് തരുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? അല്ല, മനസ്സിലായിട്ടും മനഃപൂർവ്വം മനസ്സിലാവുന്നില്ല എന്നടിക്കുന്നതാണോ എന്നറിയത്തില്ല. ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്.